കുവൈറ്റിൽ മരിച്ച പത്തനംതിട്ട മുടിയൂർക്കോണം സ്വദേശി ആകാശ് എസ് നായരുടെ വീട്ടിൽ നിന്നും കെ സ്റ്റെഫിൻ ചേരുന്നു. സ്റ്റെഫിൻ, എപ്പോഴത്തേക്ക് സംസ്കാരം ഉണ്ടാവും എന്നോ മറ്റോ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ടോ? മോത്തി, നാളെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സംസ്കാരം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ആകാശിന്റെ സഹോദരിയുടെ ഭർത്താവ് വിദേശത്താണ്. അദ്ദേഹം നാളെ പുലർച്ചയോടുകൂടി വീട്ടിലേക്ക് എത്തും. അതുകൊണ്ടാണ് 2 മണിക്ക് സംസ്കാരം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. ഇപ്പോൾ ഏതായാലും ആകാശിന്റെ വീട്ടിന്റെ മുൻപിൽ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ നടന്നു വരികയാണ്. ഇതാണ് ആകാശിന്റെ ചിത്രം. ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ആകാശിനെയാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ എപ്പോഴും കണ്ടിരുന്നത്. ആകാശ് ഇങ്ങനെ ചിരിയൊക്കെ മാഞ്ഞ് ചേതനയേറ്റ് ഈ വീട്ടിലേക്ക് വരുന്നത് ഉൾക്കൊള്ളാൻ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏതായാലും ആകാശിന്റെ വീട്ടിന് മുൻപിൽ ഈ സംസ്കാരം നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. ഈ പന്തല് ഈ വീടിന് മുന്നിലേക്ക് ഇടുന്നുണ്ട്. അതിനുവേണ്ടി ആളുകൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുക്കൾ ഒട്ടേറെ പേർ ഇന്നലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും കൂടുതൽ ആളുകളൊക്കെ തന്നെ രാവിലെ വന്നു മടങ്ങി. ഇപ്പോൾ ആളുകളൊന്നും തന്നെ ഇവിടെയില്ല. ഈ ആകാശിന്റെ അമ്മയുടെ സഹോദരിയുടെ വീടാണ് ഈ കാണുന്നത്. പലപ്പോഴും വിദേശത്ത് നിന്ന് എത്തിയാൽ ഈ വീട്ടിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മാമന്റെ കടയാണിത്. ഇവിടേക്കാണ് ആകാശ് സമയം ചെലവഴിച്ചിരുന്നത്. കൂടുതലും വീട്ടിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. വീടുമായി അത്രയധികം സ്നേഹബന്ധത്തിൽ, ബന്ധുക്കളുമായി ഒക്കെ തന്നെ വലിയ സ്നേഹബന്ധത്തിലുള്ള ആളായിരുന്നു ആകാശ്. ഇപ്പോൾ ആകാശ് അങ്ങനെ ഒരു ചേതനയേറ്റ് ഇവിടേക്ക് എത്തും എന്ന് ഉൾക്കൊള്ളാൻ ഇവർക്കൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് കാണാം, ഇതാണ് ആകാശിന്റെ വീട്. ആകാശിന്റെ വീടെന്ന് പറയുന്നതിനേക്കാളും ആകാശിന്റെ സ്വപ്നം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ആകാശ് വിദേശത്ത് പോയിട്ടാണ് ഈ വീടിന്റെ 2ാം നിലയുടെ പണി പൂർത്തിയാക്കിയത്. ആ സ്വപ്നമാണ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. അവിടെ ആണ് ആകാശിന്റെ ഭൗതികദേഹം നാളെ പൊതുദർശനത്തിന് വെക്കുന്നത്. അതൊന്നും ഉൾക്കൊള്ളാൻ ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അമ്മയും സഹോദരിയും അടുത്ത ബന്ധുക്കളും മാത്രമാണ് ഈ വീട്ടിൽ ഇപ്പോൾ ഉള്ളത്. മറ്റ് ബന്ധുക്കളൊക്കെ തന്നെ, ആകാശിന്റെ കസിൻസ്, മറ്റ് സഹോദരങ്ങളൊക്കെ ഇവിടെ നിന്നും എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട്. 5 സെന്റിലെ ഒരു വീടാണിത്. ഇവിടെയാണ് സംസ്കാരം നടത്തുന്നതിന് വേണ്ടിയുള്ള സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പന്തലിന്റെ പണികളൊക്കെ തന്നെ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ഉച്ചയോടുകൂടി ഒരു പക്ഷേ കൊച്ചിയിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഒരു 3.5-4 മണിക്കൂർ കൊണ്ട് മൃതദേഹം ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ സമീപത്തുള്ള മോർച്ചറിയിൽ തന്നെ മൃതദേഹം സൂക്ഷിക്കും. അതിനുശേഷം നാളെ രാവിലെയോടുകൂടിയോ അല്ലെങ്കിൽ സംസ്കാരം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമേ ഇങ്ങോട്ടേക്ക് മൃതദേഹം കൊണ്ടുവരൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ആകാശിന്റെ വീട്ടിൽ പുരോഗമിക്കുകയാണ്.